വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും CBSE ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച PSC ചോദ്യങ്ങളും ആവർത്തിച്ച SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ പേപ്പർ എന്ന് പറയുന്നത് ICDS സൂപ്പർവൈസർ കഴിഞ്ഞ 21/2/2025 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളൊരു വായിച്ച് നോക്കാം കേട്ടോ. അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വില്ലുവണ്ടി സമരം നടത്തിയതിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പം വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയിട്ടുള്ളത് അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ പരീക്ഷകളിലെല്ലാത്തിലും അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചതാരാണ്? തത്വബോധിനി സഭ സ്ഥാപിച്ചതാരാണ്? 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ. ദേബേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. എവിടെയാണ്? 1839 കൽക്കട്ടയിലാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്? അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഓരോരുത്തരുടെയും നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്താണ് ചോദിച്ചിരിക്കുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് അല്ലേ. സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ് പുറപ്പെട്ടത്? മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നിന്നാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെക്കുറിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷൻ ആരാണ് നിലവിലെ അധ്യക്ഷൻ? ഇപ്പം ആരാണ്? ഡോക്ടർ ബി നാരായണൻ. ഡോക്ടർ ബി നാരായണനാണ് ഇപ്പോഴത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ ഡോക്ടർ ബി നാരായണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണല്ലേ. കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതായിരുന്നു? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട രാജ്യമാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ആ ടീം ഏത് രാജ്യത്തിൻ്റേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തോറ്റത്? ആരാണ്? ഫ്രാൻസ് ആണല്ലേ. ഫ്രാൻസ് ആണ് 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലെത്തിയിട്ട് തോറ്റത്. ആരാണ്? ഏത് ടീമായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് രാജ്യത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? അമ്പലമണി എന്ന് പറയുന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടെ സുഗതകുമാരിയുടെയാണ് എന്ത്? അമ്പലമണി എന്ന് പറയുന്നത് സുഗതകുമാരിയുടെ കൃതിയാണ്. നെക്സ്റ്റ്, തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ്? അപ്പോൾ എന്നാണ് വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1958 തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം 1958. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയായിരുന്നു? 2024 ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിങ് ലിറൻ എന്ന് പറയുന്ന ആളെയാണ് പരാജയപ്പെടുത്തിയത്. ഡിങ് ലിറൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സുണ്ടാഗർത്താണ്. നമുക്കറിയാം പസഫിക് സമുദ്രമാണെങ്കിൽ ചലഞ്ചർ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സുണ്ടാഗർത്തം. നെക്സ്റ്റ്, ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? കാൽബൈശാഖിയാണോ? ലൂ ആണോ? സിറാക്കോണ ഗാസിനാണ്? ലൂ ആണല്ലേ? നമുക്കറിയാം ലൂ ആണ്. ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണല്ലേ. അപ്പോൾ ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ലൂ ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഉള്ളത് എവിടെയാണ്? താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശാണോ? മധ്യപ്രദേശാണല്ലേ. മധ്യപ്രദേശിലാണ് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ കടവുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. ഈ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണല്ലേ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. ഏത് പുഴയിലാണ്? മുതിരപ്പുഴയിലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ നൽകിയിട്ടുള്ളത് ഏതാണ്? കല്ലായിപ്പുഴയാണെന്ന് കേട്ടോ. കല്ലായിപ്പുഴയാണ് ഏറ്റവും മലിനമായ നദി പറയുന്നത്. ഏതാണ്? കല്ലായിപ്പുഴയാണ്. ആദ്യം നമ്മൾ മലിനീകരണം കൂടുതൽ ചാലിയാറാണല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതാണ്? കല്ലായിപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? ഇന്ത്യയിലെ പങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. എന്താണ് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യം ഒരുക്കുന്നുണ്ടെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചാൽ ഇനി പറയുന്നതിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷത ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സവിശേഷത ഇല്ലാത്തത്? നമുക്കറിയാം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണമാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത് അല്ലേ. സ്വദേശവൽക്കരണം, ദേശസൽക്കരണം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ദേശസൽക്കരണം വരുന്നില്ല. വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ഉദാരവൽക്കരണം, അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം എന്നിവയൊക്കെയാണ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്? നെബാർഡ് ആണല്ലേ. നെബാർഡിൻ്റെ ഫുൾ ഫോം ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നെബാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വായ്പ നൽകുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് നെബാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശരിയുള്ളത് നോക്കി പോകാം അല്ലേ. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, രാസവളം, കീടനാശിനികൾ സ്വീകരിക്കുന്നതിലേക്ക് ഹരിത വിപ്ലവം നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം കൂടുതലായിട്ട് രാസവസ്തുക്കളാണ് ആ ഒരു സമയത്ത് ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് തെറ്റ് വരുന്നത്. ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെയും അരിയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനവിനെ കാരണമായിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. പ്രാദേശിക അസമത്വങ്ങൾക്കും എന്ത് കാരണമായിട്ടുണ്ടായിരുന്നു? ഹരിത വിപ്ലവം കാരണമായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ തെറ്റ് പറഞ്ഞത് എന്തായിരുന്നു? രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിതവിപ്ലവം എന്ന് പറയുന്നത്. തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ് അല്ലേ? ചണമാണ് ഗോൾഡൻ ഫൈബർ. ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിനെ പൂരകമാണെന്ന് പരാമർശിച്ചത്? ഏത് കാര്യത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് എന്താണ്? മൗലിക അവകാശങ്ങളും നിർദ്ദേശങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, എന്നാൽ ഒന്ന് മറ്റൊന്നിനെ പൂരകമാണെന്ന് പറയുന്നത് ഏത് കേസായിരുന്നു? കേശവാനന്ദ ഭാരതി VS കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു കേട്ടോ. കേശവാനന്ദ ഭാരതി കേസായിരുന്നു. VS കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറഞ്ഞത്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താർക്കേണ്ട കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ സുപ്രധാന പ്രശ്നമാണ് പഠന വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പറയുന്നത്? താർക്കുണ്ടി കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. ഏതാണ്? ഇലക്ഷൻ പരിഷ്കാരങ്ങളാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയും താർക്കുണ്ഡെ കമ്മിറ്റി അതുപോലെ ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നിവയും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. താർക്കുണ്ഡെ, ദിനേശ് ഗോസ്വാമി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാൻഡമസ് റിട്ട് എന്ന് വെച്ചാൽ എന്താണ്? മാൻഡമസ് റിട്ട് എന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. ശരിയാണല്ലേ? മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് പുറപ്പെടുവിക്കാനായിട്ടാവില്ല, അതും ശരിയാണ് വരുന്നത്. അതുപോലെ തന്നെ ചോദിച്ചതെന്താണ്? ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയായിട്ട് മാൻഡമസ് പുറപ്പെടുവിക്കാമെന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ഇന്ത്യൻ പ്രസിഡന്റ് അതിനൊന്നും മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വകാര്യ വ്യക്തികളോടാണോ? അല്ല അല്ലേ, അധികാരികളോടാണ് എന്ത് ചെയ്യുന്നത്? പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശരി വന്നതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ഏതാണ് ശരി എന്നല്ല ചോദിച്ചിരിക്കുന്നത്. 1, 2, 4 ശരി വരുന്നത്. അപ്പോൾ മാൻഡമസ് എന്ന പദത്തിൻ്റെ അർത്ഥം കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കാനാവില്ല. അതുപോലെ പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുക അതിൻ്റെ ചുമതലയാണോ? അതെ അല്ലേ, വോട്ടർ പട്ടിക തയ്യാറാക്കുക ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, അതും വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകാരം നൽകുക. പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക, അതും ശരിയാണ്. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഭരണഘടനാ പാർക്ക് എവിടെയാണ്? പൂനെയിലായിരുന്നു കേട്ടോ. പൂനെയിലാണ് ആദ്യത്തെ ഭരണഘടനാ പാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് 2024 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉത്തരവാദിത്യ ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ടൂറിസത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 2008 ഉത്തരവാദിത്യ ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. 2008 തുടക്കം കുറിക്കുന്ന ടൂറിസം അല്ലേ? ശരിയാണ്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നത് ഉത്തരവാദിത്യ ടൂറിസത്തിൻ്റെ ലക്ഷ്യമാണ്, അതും ശരിയാണ്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നത്
ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യമാണ്. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകിയത്. സാമൂഹ്യം, പാരിസ്ഥിതികം, സാമ്പത്തികം. അതും ശരിയാണ്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2013 യൂലിയസ് അവാർഡ് ഏതിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? കുമരകത്താണല്ലേ. കുമരകത്ത് ടൂറിസം പദ്ധതിക്കാണ് യൂലിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ശരിയാണ്. എല്ലാം ശരിയാണ് വരുന്നത്. 2008 ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെ സമൂഹങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങൾ വളർത്തിയെടുക്കുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകിയത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള വികസന മാതൃക കേട്ടോ, ഏതാണിതിൽ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. കുറഞ്ഞ പ്രതിശീർഷ വരുമാനമായിട്ട് പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ കൂട്ടമാണ് കേരള വികസന മാതൃക. അത് ശരിയാണ്. അമർത്യ സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിലെ വികാസാനുഭവത്തെ വളരെ കാലമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. അറിയാമല്ലേ, അമർത്യ സെന്നെ അറിയാം. ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിലെ വികസനാഭാവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ആര് പറഞ്ഞു? ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിച്ചിട്ടുണ്ട്. ജോൺ റാറ്റ്ക്ലിഫ് എന്നാണ് പറയുന്നത്, കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണ്. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യുവാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് പ്രധാന വിമർശനം. ശരിയാണല്ലേ, കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിരവധി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതും ഇതാണെന്നാണ് പറയുന്നത്. അതും ശരിയാണ്, എല്ലാം ശരിയാണ് വരുന്നത്. അപ്പോൾ എന്താണ് കേരള വികസന മാതൃക എന്ന് പറയുന്നത്? കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങൾ ഒരു കൂട്ടമാണ്. അമർത്യ സെന്നും ജീൻ റീസും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് പറയുന്നത് ജോൺ റാറ്റ്ക്ലിഫ് ആയിരുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, ഇത് നിരവധി ആളുകളെ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന വിമർശനവും ഉണ്ടായിരുന്നു എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏകത്തെ പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ബാങ്ക് ചോദിക്കുകയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്? MS Excel ആണല്ലേ. MS Excel എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിൻഡോസ് അതുപോലെ തന്നെ ലിങ്കർ, ലോഡർ എന്നിവയൊക്കെ എന്താണ്? ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് MS Excel ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച് ആണല്ലേ. സ്വിച്ച് ആണ് തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം സ്വിച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT Act 2000 ഈസ് നോട്ടിഫൈഡ് ആണ്. എന്നാണ് IT Act 2000 വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാണ് 2000 ഒക്ടോബർ 17 കേട്ടോ. 2000 ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 എന്ത് വരുന്നത്? 2000 ഒക്ടോബർ 17 IT Act വരുന്നത്. 2000 ഒക്ടോബർ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏതിലായിരുന്നു ഇ ഗവേണൻസ് സംബന്ധിച്ചിട്ട് അവാർഡുകൾ ലഭിച്ചത്? ഏതിനായിരുന്നു? മുംബൈയിൽ.
അപ്പോൾ 27ാമത് ദേശീയ സമ്മേളനം എന്ന് പറയുന്നത് മുംബൈയിലായിരുന്നു. ആ സമയത്താണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 വിവരാവകാശ നിയമം പ്രകാരം ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? നമ്മൾ പറയാറുള്ളതാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ SCRT ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്? മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഈ വിവരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നില്ല. ബാക്കി സർക്കാർ വകുപ്പുകളുടെ സാമ്പത്തിക പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ജഡ്ജിമാരുടെ നിയമത്തിൻ്റെ ജുഡീഷ്യൽ രേഖകൾ എന്നിവയൊക്കെ എന്താണ്? ഇളവ് പറയുന്നതിൽ വരുന്നതാണ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ഇളവ് വരുന്നില്ല കേട്ടോ. അത് നമുക്ക് ആ വിവരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വിവരാവകാശ നമുക്ക് എന്തെങ്കിലും അപേക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും വിവരം അറിയുന്നുണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്നാൽ സർക്കാർ വകുപ്പുകളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളും ജഡ്ജിമാരുടെ നിയമത്തിൻ്റെ ജുഡീഷ്യൽ രേഖകളൊന്നും നമുക്കറിയാനായിട്ട് സാധിക്കില്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം എന്താണ്? അവകാശത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശരിയായ ആൻസറിലേക്ക് പോകാം. വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കുവാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ചിട്ട് അറിയിക്കുവാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. നെക്സ്റ്റ് അടുത്ത നിയമമാണ് പറയുന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യുവാൻ കഴിയും. അതാണ് ആൻസർ വരുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യുവാനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോക്സോ നിയമത്തിലെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കാവുന്ന ഏതാണ്? പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടില്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കുവാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധികളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്നാണ് പോക്സോ നിയമം അനുശാസിക്കുന്നത്. ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കുവാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധികളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്നാണ് പോക്സോ നിയമം അനുശാസിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ സമീപകാല സംഭവവികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി നമുക്ക് നോക്കാം. വൈറ്റ് ഗുഡ്സിനായിട്ട് PLA സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്തു. 3,516 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടോ? വൈറ്റ് ഗുഡ്സിനായിട്ട് PLA സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്തു. 3,516 കോടികളുടെ നിക്ഷേപമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നതിന് ഒരു പ്രവചനം നടത്തുവാൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം. ഈ നിർവചനം ആരാണ് നൽകിയത്? വ്യക്തിത്വത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നതിന് ഒരു പ്രവചനം നടത്തുവാൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് ആരാണ്? RB കാറ്റിലാണ്. ഇനി പറയുന്ന ഞാൻ അതിൽ നിന്നും ഇടയിൽ അഥവാ ICDSുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനിയും നമ്മുടെ പരീക്ഷകളിലേക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണപ്രകാരം ഗ്രാമസഭ എന്നതിൻ്റെ ശരിയായ നിർവചനം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗ്രാമസഭ എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരിച്ചറിയുക. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ഇതിലേതാണ് ശരി? പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമിക്കാൻ അല്ലേ? നമുക്കറിയാം ഭേദഗതി ചെയ്ത് 73ാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. 74ാമത്തെ ഭേദഗതി എന്താണ്? മുനിസിപ്പാലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് പ്രസ്താവന എന്താണ്?
ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. 5 വർഷമാണ് ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. എന്താണ്? 5 വർഷമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഭാഗം അനുസരിച്ചാണോ പഞ്ചായത്ത് രാജ് അല്ല അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഭാഗത്തിൽ എന്താണ് പറയുന്നത്? പാർട്ട് ലെവലിൽ പറയുന്നതാണ്. പാർട്ട് ലെവലിൽ യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പാർട്ട് ലെവലിൽ പറയുന്നത്. പാർട്ട് 9-ലാണ് എന്ത് പറയുന്നത്? പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 9-ലാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം 73-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഭാഗത്തിലാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരി നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 243K ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കുന്ന നമുക്കറിയാം 243Kയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണോ? അല്ല അല്ലേ, രാഷ്ട്രപതിയല്ല നിയമിക്കുന്ന ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിക്ഷിപ്തമായിരിക്കും. അതൊന്നും ശരിയാണ് അല്ലേ? പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണമൊക്കെ എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാൻ ശുപാർശ ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് 1977 നിയമിച്ചത്? 1977 നിയമിച്ചത് ഏത് കമ്മിറ്റിയായിരുന്നു? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാനായിട്ട്. ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസമാണ്. ഉന്നത വിദ്യാഭ്യാസം. നെക്സ്റ്റ്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്ന് പറയുന്നത്? ഏതാണ് ശരി? പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇൻ്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. അത് ശരിയാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതും ശരിയാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇൻ്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങൾ എന്ന് പറയുന്ന പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 20 ലക്ഷം മുതൽ കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന കാര്യം നിർബന്ധമില്ല. അതാണ് ശരി എന്ന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് പഞ്ചായത്തുകളുടെ അധികാരം എന്ന് പറയുന്നത്. സാമ്പത്തിക വികസനത്തിനും സാമൂഹ്യ നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. നെക്സ്റ്റ്, പഞ്ചായത്തിൻ്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്തുവാൻ ആർക്കാണ് അധികാരം? ആർക്കാണ് പഞ്ചായത്തിൻ്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും ഉള്ള അധികാരം എന്ന് പറയുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്കായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിൻ്റെ കാലാവധി നിർവചിക്കുന്നത്? ഏതാണ് പഞ്ചായത്തിൻ്റെ കാലാവധി നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 243E ആണ്. 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൂതനാശയങ്ങളും സ്വീകരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചത്? ഏത് പ്രമുഖ വ്യക്തിയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർളയായിരുന്നു. നെക്സ്റ്റ്, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ മനസ്സിലായില്ലേ, കുറച്ച് ഒരു പോർഷൻ നമുക്ക് കിട്ടിയതില്ലെന്ന്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടില്ലേ പഞ്ചായത്തിനുമായിട്ട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം നമുക്ക് പഞ്ചായത്തിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. അതുപോലെ തന്നെ ഇനി പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണോ നോക്കാം. ഇനി പറയുന്നവർ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷൻ NHM എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? ഏതാണ്? ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക. ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക. എൻഹാൻസിങ് എക്വിറ്റബിൾ ആക്സസ് ടു ഹെൽത്ത് കെയർ. ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക.
നെക്സ്റ്റ് ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ച് ആരോഗ്യ പരിരക്ഷ ഏത് തരത്തിലുള്ള സമീപനത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? ഏതാണ്? പ്രതിരോധവും പ്രോത്സാഹനപരവുമായ ആരോഗ്യ പരിരക്ഷയായിരിക്കണം. നെക്സ്റ്റ് ദേശീയ ആരോഗ്യ ദൗത്യം രാജ്യത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് 100 ദിവസത്തെ അംബ്രല ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയായിരുന്നു കേട്ടോ. അതെന്ന് പറയുന്നത് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയായിരുന്നു ഈ അംബ്രല ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2023 കേരള പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2023 ഈ നിയമം നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട്. കേരള പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ എന്താണ് 2023 വന്ന നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം എന്ന് പറയുന്നത്. ശരിയാണ്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഏകാരോഗ്യം എന്ന സമീപനം സ്വീകരിക്കണം. ഏകാരോഗ്യം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാമൂഹിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥകൾ ദുർബലമാക്കുകയോ ഇല്ലാതാക്കുകയോ വേണം. ശരിയാണ്. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 എന്നിവയ്ക്ക് പകരമായിട്ട് നിലവിൽ എന്നിവയ്ക്ക് പകരമായിട്ടാണ് ഈ ആരോഗ്യ മിഷൻ നിലവിൽ വന്നതെന്നാണ് പറയുന്നത്. ശരിയാണ്ടോ. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 പകരമായിട്ടാണ് 2023 എന്ത് വന്നത് കേരള പൊതുജനാരോഗ്യ നിയമം വന്നത്. ഇത് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 2023 കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ്ടോ. നെക്സ്റ്റ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപകാല ഡാറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ളത് എവിടെയാണ്? പുതുച്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ളത്. എവിടെയാണ്? പുതുച്ചേരിയിലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കൂടുതലും ഈ ശിശു വികസനവുമായി ബന്ധപ്പെട്ട ICDSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയ കാരണം തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇനിയും നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.